നമസ്കാരം. പുതിയ ഒരു യാത്രക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. വലിയ പെരുന്നാൾ പ്രമാണിച്ച് 4 ദിവസം അവധിയുണ്ട്. അപ്പം അതിനുവേണ്ടി നാട്ടിൽ പോകാൻ വേണ്ടി കൊച്ചിയിലേക്കായിരുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം കൊച്ചി എയർപോർട്ട് റൺവേയിൽ വെള്ളം കയറിയത് കാരണം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം കൊച്ചിയിലേക്കുള്ള വിമാനങ്ങളെല്ലാം വഴിതിരിച്ചു വിട്ടു, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമ്മുടെ യാത്ര എമിറേറ്റ്സിലാണ്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് കൊച്ചിയിലേക്കുള്ള വിമാനങ്ങൾ ഇപ്പം തിരുവനന്തപുരത്തേക്കാണ് ഡൈവേർട്ട് ചെയ്തിട്ടുള്ളത്. സമയം മാറ്റി ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രി 9:30-ക്ക് പുറപ്പെടേണ്ട വിമാനമാണ്. രാവിലെ 6:15-നാണ് ഡിപ്പാർച്ചർ എന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 2:35 AM, ഏർലി മോർണിംഗ് ആണ്. ഇപ്പം വീട്ടിൽ നിന്ന് അജ്മാനിൽ നിന്ന് ഇറങ്ങുകയാണ്. തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് നാട്ടിലേക്ക് എങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വല്ലാത്തൊരു പ്രശ്നം മുന്നിലുണ്ട്. ബസ് അല്ലെങ്കിൽ ട്രെയിനിനെ ആശ്രയിക്കണം. പക്ഷെ എത്രത്തോളം വഴിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഏതായാലും ഒന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. പോയി നോക്കട്ടെ. गाना का मैं लेगा क्या करूं? गाना कौन सा गाना गाएगा? अभी नमाज का टाइम है. शहरी है. किधर जाएगा? इधर सीधा जाएगा इस लाइन पे. കൊച്ചിൻ എയർപോർട്ടിൻ്റെ റൺവേയിൽ വെള്ളം കയറിയത് കാരണം എയർപോർട്ട് അടച്ചിട്ടു. അങ്ങനെ രാത്രി 9:30-ന് പുറപ്പെടേണ്ട എമിറേറ്റ്സിൻ്റെ EK532 എന്ന വിമാനം റീഷെഡ്യൂൾ ചെയ്ത് രാവിലെ 6:15-ന് തിരുവനന്തപുരത്തേക്ക് EK8532 എന്ന ഫ്ലൈറ്റ് നമ്പറിലുള്ള വിമാനത്തിലാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്നത്. എയർപോർട്ടിലേക്ക് എൻ്റെ സുഹൃത്ത് ജാവേദ് എന്നെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ബോർഡിംഗ് പാസ് കിട്ടി. ശേഷം എമിഗ്രേഷൻ നടപടികളെല്ലാം പൂർത്തിയാക്കി കോൺഗോസ് ബിയിൽ നിന്നാണ് നമ്മൾ ടെർമിനൽ 3-ലെ എമിഗ്രേഷൻ പരിശോധന നമുക്ക് പൂർത്തിയാക്കേണ്ടത്. അവിടെ സ്മാർട്ട് ഗേറ്റും അതുപോലെ തന്നെ നോർമൽ എമിഗ്രേഷൻ കൗണ്ടറുകളും അവൈലബിൾ ആണ്. കോൺഗോസ് ബിയിൽ നിന്നും എയിലേക്ക് നമുക്ക് പോകേണ്ടത് ട്രെയിൻ മാർഗമാണ്. ദുബായ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ട്രെയിൻ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ കോൺഗോസ് ബിയിൽ നിന്നും എയിലേക്കും അതുപോലെ ടെർമിനൽ 1 ഡിപ്പാർച്ചറിലേക്കും എല്ലാം ഈ ഒരു സർവീസ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി കോൺഗോസ് എയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. കോൺഗോസ് എ വളരെ പ്രത്യേകതകളുള്ള ഒരു കോൺഗോസാണ്. കാരണം മെയിൻലി എയർബസ് 380 എന്ന ഡബിൾ ഡെക്കർ വലിയ വിമാനങ്ങളുടെ സർവീസിന് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു കോൺഗോസാണ് കോൺഗോസ് എ. അങ്ങനെ അവിടെ നിന്നുമാണ് നമ്മുടെ തിരുവനന്തപുരത്തേക്കുള്ള നമ്മുടെ വിമാനം ഓപ്പറേറ്റ് ചെയ്യുന്നത്. 6:15-നാണ് നമ്മുടെ വിമാനം ഉണ്ടായിരുന്നത്. അങ്ങനെ കോൺഗോസിലെത്തി അവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലും അതുപോലെ മർഹബയിൽ പോയി ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറി.
ഫ്ലൈറ്റിലുള്ള ഭാഗം ഇവിടെ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. പിന്നീട് തിരുവനന്തപുരത്ത് 12:30 അവിടുത്തെ ലോക്കൽ ടൈമിൽ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അവിടുന്ന് ഒരു ഓല ക്യാബ്സ് ഉപയോഗിച്ച് തിരുവനന്തപുരം സിറ്റിയിലേക്ക് പോയി. അവിടെ ഒരു ചെറിയ റൂം എടുത്ത് ചെറിയൊരു ഉറക്കവും വൈകുന്നേരത്തെ ആസാദ് ഹോട്ടലിലൊരു ബിരിയാണിയെല്ലാം കഴിച്ച് കൊച്ചുവേളിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മളൊരു വീണ്ടും ഓല ക്യാബ്സ് ഉപയോഗിച്ച് തന്നെ ഒരു ടാക്സി ബുക്ക് ചെയ്തു. ഭാഗ്യവശാൽ അന്നുള്ള ഒട്ടുമിക്ക ട്രെയിനുകളും ക്യാൻസലായിരുന്നു. പക്ഷെ നമുക്ക് പോകേണ്ടിയിരുന്ന രാജ്യറാണി എക്സ്പ്രസ് മാത്രമാണ് അന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. രാവിലെ നിലമ്പൂരുണ്ടോ? രാജറാണി എക്സ്പ്രസ്സിൽ സെക്കൻഡ് AC കമ്പാർട്ട്മെൻറ്റിൽ മേലാറ്റൂർ വരെ യാത്രയ്ക്ക് കൊച്ചുവേളിയിൽ നിന്നും മേലാറ്റൂർ വരെയുള്ള യാത്രയ്ക്ക് 885 രൂപയായിരുന്നു ടിക്കറ്റ് ചിലവ്. വളരെ സുഖകരമായി നമുക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി ബ്ലാങ്കറ്റ്, പില്ലോ, AC കമ്പാർട്ട്മെൻറ്റിൽ സുഖകരമായൊരു യാത്ര തന്നെ നമുക്കിതിലൂടെ ചെയ്യാൻ കഴിയും. വളരെ സൗകര്യപ്രദമായിട്ടുള്ള വളരെ സുഖകരമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു അത്. അങ്ങനെ രാത്രി മുഴുവൻ ട്രെയിൻ ഓടി കുറച്ച് സമയമൊക്കെ ഉറങ്ങി പുലർച്ചെ 5 മണിയോടെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. മുമ്പ് രാജ്യറാണി എക്സ്പ്രസ് അമൃത എക്സ്പ്രസ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരുന്നു സർവീസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു സ്വതന്ത്ര സർവീസായി ഇന്ത്യൻ റെയിൽവേ അതിനെ അംഗീകരിച്ചുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും രാജ്യറാണി എക്സ്പ്രസ് ഷൊർണൂരിൽ ഒരു 1.5 മണിക്കൂർ ഡിലേ വെയിറ്റിംഗ് അവിടെ ചെയ്യുന്നുണ്ട്. ആ 1.5 മണിക്കൂർ സമയത്ത് ഈ ട്രെയിനിന് ഒരുപക്ഷെ നിലമ്പൂരിലേക്ക് ഓടിയെത്താൻ കഴിയും. പക്ഷേ എന്തിനാണ് ഈ ഒരു ഗ്യാപ്പ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ല. ഒത്തിരി ഒരു അസൗകര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത്. പക്ഷേ അതിലൂടെ ഉണ്ടായൊരു നേട്ടം എന്ന് വെച്ചാൽ നേരം വെളുത്തിട്ടാണ് പിന്നീട് ഷൊർണൂരിൽ നിന്നും യാത്ര തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും സുന്ദരമായ റെയിൽ പാതകളിലൊന്നായ ഷൊർണൂർ നിലമ്പൂർ റോഡിലൂടെയുള്ള അതിരാവിലെയുള്ള യാത്ര ഒരുപാട് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളുള്ളൊരു യാത്ര തന്നെയായിരുന്നു. മഴയുടെ വികൃതികളെല്ലാം നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. നിറഞ്ഞൊഴുകുന്ന പുഴകളും അതുപോലെ പാടങ്ങളും തോടുകളുമൊക്കെയായി വളരെ സമ്പന്നമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അതിലുണ്ടായിരുന്നത്.
ദുബായിൽ നിന്നും സാധാരണഗതിയിൽ 3.5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് നമുക്ക് നാട്ടിലെത്താൻ കഴിയാറുണ്ട്. ഈ യാത്ര പക്ഷേ 24 മണിക്കൂർ എടുത്താണ് ദുബായിൽ നിന്നും നാട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഏതായാലും വളരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യം തന്നെയായിരുന്നു. കാരണം മഴയുടെ താണ്ഡവം നടക്കുന്ന സമയത്താണ് ഈ ഒരു യാത്ര ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ചെറിയൊരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കുഴപ്പങ്ങളൊന്നുമില്ലാതെ നാട്ടിലെത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തിന് നന്ദി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ വീഡിയോയിലുള്ള കാഴ്ചകൾ നിങ്ങൾ ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫാമിലി ഫ്രണ്ട്സിലേക്കും ഒക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കുമൊക്കെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനെ വളരെ ആകുലതയോടെ തുടങ്ങിയൊരു യാത്ര വലിയ അസൗകര്യങ്ങളൊന്നുമില്ലാതെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ യാത്ര അവസാനിച്ചു.